അച്ഛനെ പറഞ്ഞ ആളുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് പൂട്ടിച്ച് അനുമോൾ. ഒരാളുടെ ഇൻസ്റ്റഗ്രാം പൂട്ടിപ്പോവുക അല്ലെങ്കിൽ അത് നഷ്ടപ്പെട്ടു പോവുക എന്ന് പറഞ്ഞാൽ ഭയങ്കര വേദനയുള്ള കാര്യമാണ്. കാരണം അവരുടെ കഠിനാധ്വാനമാണ് ഒറ്റ ദിവസം കൊണ്ട് പോകുന്നത്. പക്ഷേ ഈ സോഷ്യൽ മീഡിയ എന്താണെങ്കിലും ശരി, നമുക്ക് നമ്മുടെ അഭിപ്രായങ്ങൾ പറയാം. പക്ഷേ അത് ക്രോഡീകരിച്ച് ഞാനൊന്നും പറഞ്ഞില്ലേ എന്നുള്ള രീതിയിൽ ഒരാളുടെ തോളെ കയറുന്ന കഴുത്തറക്കുന്ന ഒരു സ്വഭാവം ഉണ്ടല്ലോ, അതൊട്ടുമേ ശരിയല്ല. ഈ അടുത്തിടെ അങ്ങനെ ഒരു സ്വഭാവ രീതി തോന്നിയ ഒരു വ്യക്തിയുടെ അക്കൗണ്ടാണ് അനുമോൾ പൂട്ടിച്ചിരിക്കുന്നത്. വിവാഹത്തിനോടനുബന്ധിച്ച് എല്ലാവരെയും പോലെ അനുമോളും ഒരു ഫാമിലി ഫോട്ടോ പോസ്റ്റ് ചെയ്യുന്നു. അച്ഛൻ മധ്യത്തിൽ ഇരിക്കുന്നു, ബാക്കിയുള്ളവരെല്ലാവരും പിറകിൽ നിൽക്കുന്നു. ഈ ഫോട്ടോയെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടാണ് ഒരു ഹിമാലയൻ ബ്ലണ്ടർ. ക്രിട്ടിസൈസ് എന്നൊന്നും അതിനെ പറയാൻ പറ്റില്ല, ഒരുമാതിരി ആക്ഷേപിക്കുക, അതും ഇൻഡയറക്റ്റ് വേയിൽ. ഈ വന്ന കാലത്ത് ആളുകൾ അവരുടെ അഭിപ്രായങ്ങൾ തുറന്നു പറയുന്ന ഇൻഡയറക്റ്റ്ലി ഒന്നുമല്ല. പണ്ടത്തെ അപ്പാപ്പന്മാരൊക്കെയാണ് അങ്ങനെ സംസാരിക്കുന്നത്, പ്രായം ചെന്ന ആളുകളൊക്കെയാണ് അങ്ങനെ സംസാരിക്കുന്നത്. അയാൾ പറയുന്നത് കേട്ട് കഴിയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഭയങ്കര ഇടുങ്ങിയ രീതിയിൽ ചിന്തിക്കുന്ന ഒരു മനുഷ്യൻ. ഇടുങ്ങിയ രീതിയിൽ ചിന്തിക്കുക അല്ലെങ്കിൽ പുരോഗമനത്തോടു കൂടി ചിന്തിക്കുക എന്നൊക്കെ ഓരോ മനുഷ്യനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ. അവരുടെ ലൈഫ് സ്റ്റൈൽ, അവരുടെ ജീവിച്ച് വളർന്ന ചുറ്റുപാടൊക്കെ അതിനൊക്കെ ഒരു കാരണമായിരിക്കാം. പക്ഷെ അങ്ങനെ ഇടുങ്ങിയ ചിന്താഗതിയും കൊണ്ട് മറ്റുള്ളവൻ്റെ തോളെ കയറിയിരുന്ന് അവരുടെ ചെവി കടിക്കുന്നത് അത്ര നല്ലതല്ല എന്ന് ഈ വ്യക്തി ഒന്ന് പഠിച്ചിരുന്നുവെങ്കിൽ നല്ലതായിരുന്നു എന്ന് ആ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ മനസ്സിലായി. കാരണം അതൊരു ഫാമിലി ഫോട്ടോയാണ്. ആ വീട്ടിലെ കുടുംബനാഥനെയാണ് ഇയാൾ പറയുന്നത്. ആ കുടുംബനാഥൻ എങ്ങനെ ഇരിക്കണമെന്ന് അല്ലെങ്കിൽ എന്ത് ചെയ്യണം, എന്ത് പ്രവർത്തിക്കണം എന്നൊക്കെ അവരുടെ വീട്ടുകാരുമായിട്ട് ബന്ധപ്പെട്ടുള്ള തികച്ചും പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണ്. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ അതൊരു പ്രൊഫഷണൽ ഫോട്ടോഷൂട്ടാണ്, വിവാഹത്തോടനുബന്ധിച്ച് നടന്ന ഫോട്ടോഷൂട്ട്. അപ്പോൾ ഒബ്വിയസ്ലി ആ ഫോട്ടോഗ്രാഫർ പറഞ്ഞതനുസരിച്ചായിരിക്കും അദ്ദേഹം ഇരുന്നത്. ഒരാൾ ഇരിക്കുന്നതിനെയൊക്കെ എന്തിന് കുറ്റം പറയാൻ നിൽക്കുന്നു? അതാണ് എന്നെ ചിന്തിപ്പിച്ചൊരു കാര്യം. അതായത് ഈ വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ചാനലിലെ തൊട്ട് താഴെ അനുമോൾ വന്ന് നല്ല ഒരു മറുപടി അങ്ങോട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ താടിക്കിട്ടൊരു തട്ട് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞ കണക്ക് ഒരു മറുപടി കൊടുത്തു. നിന്റെ അച്ഛനല്ലല്ലോ എൻ്റെ അച്ഛനല്ലേ ഇരിക്കുന്നതെന്നുള്ള രീതിയിൽ. അപ്പോൾ അത് കണ്ടപ്പോൾ പുള്ളിക്ക് അങ്ങോട്ട് കയറിക്കൊണ്ടു, പുള്ളിയെ പറഞ്ഞപ്പോൾ പുള്ളിക്ക് കൊണ്ടു. അപ്പോൾ അതിന് പ്രകാരം പുള്ളി അടുത്തൊരു റിപ്ലൈ വീഡിയോ ഇടുന്നു. ആരെങ്കിലും അനുമോൾക്കൊന്ന് അയച്ചു കൊടുക്കണം, എങ്ങനെയെങ്കിലും രീതിയിൽ ഒന്ന് പ്രശസ്തനാവാനായിരിക്കാം, അല്ലെങ്കിൽ പുള്ളിക്ക് ഇത്രയും വലിയ കഴിവുകളൊക്കെ ഉണ്ട് എന്ന് അനുമോൾ വീണ്ടും ഒന്ന് കാണട്ടെ എന്ന് അറിയുവാനായിരിക്കും, അല്ലെങ്കിൽ മനഃപൂർവ്വം കയറി ചൊറിയാനായിരിക്കും. കാരണം ആ വീഡിയോ തുടങ്ങുന്ന തന്നെ ഇങ്ങനെയാണ്, ആരെങ്കിലും അനുമോൾക്ക് ഇത് അയച്ചു കൊടുക്കണം എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് പുള്ളി പറയുന്നു, നിനക്ക് ജോലിയുണ്ടോ? ഒരു സ്ത്രീയോട് ചോദിക്കുകയാണ്. അതായത് പുരുഷ മേധാവിത്വത്തിനെതിരെ സംസാരിച്ച ഈ വലിയ സ്ത്രീ ശാക്തീകരണത്തെ വളരെയധികം പ്രചോദനം കൊടുക്കുന്ന ഈ വ്യക്തി തൊട്ടടുത്ത വീഡിയോയിൽ പറയുകയാണ്, നിനക്ക് ജോലിയുണ്ടോ എന്ന്. പ്രായവും പക്വതയുമുള്ള ഒരു സ്ത്രീയാണ് അനുമോൾ, അവൾക്ക് ജോലിയുണ്ടോ? നീ ചെയ്യുന്ന ജോലിയല്ല. തൊട്ടടുത്ത നിമിഷം പറയുന്നു, ഞാനും എൻ്റെ ഭാര്യയും നല്ല രീതിയിൽ വിദ്യാഭ്യാസമുള്ള ജോലി ചെയ്യുന്ന നല്ല കമ്പനികളിൽ ജോലി ചെയ്യുന്ന വ്യക്തിയാണ്. ഈ ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും വന്നിരുന്ന വീഡിയോ ചെയ്യുന്ന എല്ലാവർക്കും ജോലി ഇല്ല എന്ന് നീ കരുതരുത്. അതായത് ഇവൻ്റെ വിചാരം, ഈ വ്യക്തിയുടെ വിചാരം ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും ഈ വീഡിയോ ഇടുന്ന ആളുകൾക്ക് ജോലി ഇല്ല എന്നുള്ളതാണ് പുള്ളിയുടെ ഇടുങ്ങിയ ചിന്താഗതി. ഞാൻ ആദ്യം പറഞ്ഞില്ലേ. അപ്പോൾ പുള്ളി പറയുകയാണ്, ജോലി ഇല്ല എന്ന് നീ കരുതരുത്, ഞങ്ങൾക്ക് ജോലിയുണ്ട്, നിനക്ക് ജോലിയുണ്ടോ? നീ ചെയ്യുന്ന ജോലിയല്ല. ഒരു സ്ത്രീയോട് ഇവൻ ചോദിക്കുകയാണ്. ആ സ്ത്രീ ഇത് അറിഞ്ഞില്ല എങ്കിൽ ഈ കേൾക്കുന്ന ആരെങ്കിലും ഈ വീഡിയോ അവിടെ എത്തിച്ചു കൊടുക്കണം. നോക്കിക്കോണം, ധാർഷ്ട്യം എത്ര ഉണ്ടെന്ന് നോക്കണം, നിലപാടുകളിലെ വ്യത്യാസം എത്രയുണ്ടെന്ന് നോക്കണം, അഭിപ്രായങ്ങളിൽ വന്ന വ്യത്യാസങ്ങൾ എത്രയുണ്ടെന്ന് നോക്കണം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അയാൾക്കെതിരെ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തു. അതായത് സ്ത്രീ ശാക്തീകരണം എന്നുള്ള ലേബൽ വെച്ചുകൊണ്ട് ആ വീട്ടിലെ ഗൃഹനാഥനെ അടിച്ചു താഴ്ത്താൻ വേണ്ടി, എസ്പെഷ്യലി ആ വീട്ടിൽ നല്ല ഒരു മനോഹരമായിട്ടൊരു ചടങ്ങ് കഴിഞ്ഞതിൻ്റെ മെമ്മറി എന്നോണം ആ ഫോട്ടോ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ വീട്ടിലുള്ളവർക്കാകെ മനസ്സിന് അസ്വസ്ഥത തോന്നാൻ പാകത്തിന് ചൊറി പിടിച്ച ഇവൻ്റെ അഭിപ്രായം അങ്ങോട്ട് പറഞ്ഞു. അതായത് സ്ത്രീ ശാക്തീകരണം എന്നുള്ള ലേബൽ വെച്ചിട്ട് ആ വീട്ടിലെ ഗൃഹനാഥനെ എടുത്തിട്ട് അങ്ങോട്ട് കുടയുക. ഇത് മാത്രമായിരുന്നു പുള്ളിയുടെ ലക്ഷ്യം. രണ്ടാമത്തെ വീഡിയോയിൽ സ്ത്രീ ശാക്തീകരണം എന്നുള്ള ലേബൽ അങ്ങോട്ട് വെച്ചിട്ട്, അതായത് സ്ത്രീകളെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ള ലേബൽ വെച്ചിട്ട് ഒരു സ്ത്രീയോട് ചോദിക്കുന്നു, നിനക്ക് ജോലിയുണ്ടോ? നീ ചെയ്യുന്ന തൊഴിലല്ല. അതായത് അഭിനയം, ഇപ്പം മറ്റ് അവൾ ചെയ്യുന്ന എന്ത് കാര്യങ്ങളാണെങ്കിലും അത് ജോലിയല്ല എന്നാണ് ഇവൻ പറയുന്നത്. ഒരു മനുഷ്യൻ്റെ മുഖത്ത് നോക്കി അങ്ങനെ സംസാരിക്കാൻ പറ്റും? ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു, മമ്മൂട്ടിയുടെ മോഹൻലാലിൻ്റെ ഫ്രണ്ടിൽ പോയി ഈ വ്യക്തി, ഈ ഹിമാലയൻ ബ്ലണ്ടർ പോയി ചോദിക്കുമോ, നിങ്ങൾ ചെയ്യുന്ന ജോലിയല്ല, മര്യാദയ്ക്ക് പോയി വല്ല കൂലിപ്പണിയും ചെയ്ത് ജീവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെയും ചൂട് എന്താണെന്ന് നല്ല വൃത്തിക്ക് അങ്ങോട്ട് മനസ്സിലാവും. അപ്പോൾ അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാവർക്കുമുണ്ട്. പക്ഷെ ചൊറി പിടിച്ച അഭിപ്രായങ്ങൾ അഥവാ
ഇടുങ്ങിയ ചിന്താഗതി അത് ഓരോ മനുഷ്യനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും, അവരുടെ സ്വകാര്യതകളാണ്. ഇപ്പോൾ എനിക്കൊരു കാര്യത്തെക്കുറിച്ച് വളരെ ഇടുങ്ങിയ രീതിയിലാണ് എൻ്റെ ചിന്താഗതി എങ്കിൽ ഞാൻ അതും കൊണ്ടുപോയി മറ്റുള്ളവൻ്റെ തോളെ കയറുന്ന അവൻ്റെ ചെവി കടിക്കലല്ല ചെയ്യേണ്ടത്. മാന്യമായിട്ട് അത് അവതരിപ്പിക്കുക. ഇനി അവതരിപ്പിച്ചില്ലെങ്കിലും വലിയ പ്രശ്നമില്ല. ഞാൻ നേരത്തെ പറഞ്ഞത് ഇടുങ്ങിയ ചിന്താഗതിയാണെന്ന് അവൻ ഒരു ബോധമുണ്ടായിരിക്കണം. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാലേ, ആ വിവാഹ വീഡിയോസും ഈ പോസ്റ്റുകളും കണ്ടപ്പോൾ പുള്ളിക്ക് ഇങ്ങോട്ട് ചൊറിഞ്ഞു വന്ന് ദേഷ്യം വന്ന്. കാരണം ഒരു പെൺകൊച്ച് ഒറ്റയ്ക്ക് അത് ചെയ്യുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ എല്ലാവർക്കും പറ്റിയെന്ന് വരില്ല. മനസ്സിലായോ? പുരോഗമന ചിന്താഗതി ആളുകളുടെ മുന്നിൽ പ്രസന്റ് ചെയ്താൽ മാത്രം പോരാ, ഉള്ളിലും അതുണ്ടായിരിക്കണം. അച്ഛനിരിക്കുന്ന ഇരിപ്പ് ശരിയല്ലല്ലോ എന്ന് പറയുന്നവരുടെ വീടിനുള്ളിലേക്ക് കയറി ചെന്ന് കഴിഞ്ഞാൽ ഇവരുടെയൊക്കെ കല്യാണ ഫോട്ടോയിലും ഏകദേശം ഇതുപോലെയുള്ള ചില കാഴ്ചകൾ കാണാൻ സാധിക്കുമായിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ ചില കാര്യങ്ങൾ അങ്ങോട്ട് ഉൾക്കൊള്ളും. അവൾ ഒറ്റയ്ക്ക് അവളുടെ കല്യാണം, അത് ഇത്ര കെങ്കേമമായിട്ട് 6 or 7 പ്രോഗ്രാമൊക്കെ നടത്തി അങ്ങോട്ട് എന്തെങ്കിലുമൊക്കെ ഒരു കുറ്റം കണ്ടുപിടിക്കണമല്ലോ എന്ന് വിചാരിച്ച് തലയും ചൊറിഞ്ഞിരുന്നപ്പോഴാണ് ഈ ഫാമിലി ഫോട്ടോ അനുമോൾ അങ്ങോട്ട് പോസ്റ്റ് ചെയ്തതും അതിൽ കയറി പിടിച്ചതും. മനസ്സിലായില്ലേ? ഒന്നുമില്ലെങ്കിലും ക്രിട്ടിസൈസ് ചെയ്യുന്ന ആളുകളുടെ പ്രായം, അവരുടെ ആരോഗ്യസ്ഥിതി ഒക്കെ ഒന്ന് നോക്കേണ്ടതായിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളിലും ഇതൊന്നും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ പോലും ആ അച്ഛനെ സംബന്ധിച്ച് ഒരു പാവം മനുഷ്യനാണ്. വല്ലപ്പോഴും ഒക്കെ മാത്രമേ സംസാരിക്കാറ് പോലും ഉള്ളൂ. അതായത് നമ്മൾ സ്ക്രീനിൽ കാണുന്ന സമയത്ത് ബിഗ് ബോസ് ഒക്കെ വിൻ ചെയ്ത് വന്ന സമയത്ത് ഈ അച്ഛനോട് എന്തെങ്കിലും ചോദിച്ചാൽ പോലും വളരെ മിതഭാഷിയായിട്ടുള്ള ഒരു പിതാവ്. ഞാൻ പറഞ്ഞല്ലോ, പല വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ജീവിതത്തിൻ്റെ ഏതൊക്കെയോ ഘട്ടങ്ങളിൽ നിസ്സഹായനായിപ്പോയ ഒരച്ഛൻ. എല്ലാവരുടെയും വീടുകളിൽ ഒന്നും ഇല്ല എങ്കിലും ഏറെക്കുറെ ചിലർക്കെങ്കിലും ഈ കാര്യങ്ങളൊക്കെ റിലേറ്റ് ചെയ്യാൻ സാധിക്കുമായിരിക്കും അല്ലേ? അപ്പോൾ അത് പുള്ളിക്ക് ആരോഗ്യമുണ്ട്, ജോലി ചെയ്യുന്നില്ല എന്നൊക്കെ ആളുകൾ ക്രിട്ടിസൈസ് ചെയ്യുമ്പോഴും ഓർക്കണം, നമ്മുടെ കൺമുന്നിൽ കൂടെ ആരുടെയും സഹായമില്ലാതെ നടക്കുകയും ഓടുകയും ചെയ്യുന്ന എല്ലാവരും ആരോഗ്യവാന്മാരൊന്നുമല്ല. മനസ്സിലായില്ലേ? അവർക്കൊക്കെ ശാരീരികമായിട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകാം. അതൊക്കെ അവർ ഇങ്ങനെ സപ്രസ് ചെയ്ത് വെച്ചിട്ടായിരിക്കാം ഈ മക്കളുടെ കാര്യങ്ങൾക്ക് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടുന്നത്. ഈ ഓട്ടവും നമ്മൾ ഈ സ്ക്രീനിൽ കൂടെയൊക്കെ ഇവരെ കാണും, ഇവരിങ്ങനെ ഈ മകളെ കൊണ്ട് അവിടെ പോകുന്ന എയർപോർട്ടിൽ നിന്ന് ഇങ്ങനെ വലിയ ജാഥയായിട്ട് ഇവരവരുടെ വീട്ടിൽ ചെല്ലുന്നു. അതിനുശേഷം ഒരാഴ്ച ചിലപ്പോൾ ഇവർക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത ശാരീരിക അസ്വസ്ഥതകൾ ഒക്കെ ഉണ്ടാവാം. ഇതൊന്നും മനസ്സിലാക്കാതെ ആ അച്ഛൻ കാലിൻ്റെ മുകളിൽ കാല് വെച്ചിരിക്കുന്നു എന്നുള്ളതിനെ തെറ്റായിട്ടാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതെങ്കിൽ ഒരിക്കലും ഇനി കാലൊന്നും വെച്ച് എവിടെയും പോയിരിക്കരുത്. എസ്പെഷ്യലി ഭാര്യയുടെ മുന്നിൽ, മക്കളൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ മുന്നിലൊന്നും കാലും വെച്ചിരിക്കരുത്. അത് ശരിയല്ല. മനസ്സിലായില്ലേ? ഞങ്ങൾക്ക് താങ്കൾ പഠിപ്പിച്ചു തന്നിരിക്കുന്ന ഒരു പാഠമാണ്. ബാക്കി എല്ലാവരെയും പിടിച്ച് പുറകിൽ നിർത്തിയിട്ട് അച്ഛൻ്റെ ആ ഇരിപ്പ് കണ്ടില്ല, ഒരു പുരുഷ മേധാവിത്വം പോലെ ഉണ്ടല്ലോ എന്ന്. അതുകൊണ്ട് ഇനി എവിടെയെങ്കിലും പോയി കാലൊക്കെ വെച്ചിരുന്നാൽ ഉണ്ടല്ലോ, അപ്പോൾ തന്നെ പ്രശ്നം ഗുരുതരമാകും എന്നൊരു കാര്യം ഇനി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പുരുഷന്മാരാണ് അവരുടെ, അതായത് ചില പൊസിഷനിൽ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് പുരുഷന്മാർ ഇരിക്കുന്നത്. ഇപ്പം ഉദാഹരണത്തിന് മമ്മൂട്ടിയുടെ കുറേ ഫോട്ടോസ് ഇൻസ്റ്റഗ്രാമിൽ വൈറലായിട്ടുണ്ട്, മീൻസ് സോഷ്യൽ മീഡിയയിൽ. കാല് വെച്ചിട്ട് ആ മുകളിലിരിക്കുന്ന കാലിൻ്റെ എഡ്ജിൽ കട്ടൻ ചായയുടെ സുലൈമാനിയുടെ ഗ്ലാസ് ഒക്കെ വെച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ആണുങ്ങൾ കാലിൻ്റെ മുകളിൽ ആണുങ്ങൾ പെണ്ണുങ്ങൾ എന്നൊന്നും പറയാൻ പറ്റത്തില്ല. അവനവൻ ഇരിക്കാൻ എവിടെയാണോ എങ്ങനെയാണോ കംഫർട്ടബിൾ ആയിട്ട് അങ്ങനെ തന്നെ ഇരിക്കും. കുറച്ച് വർഷങ്ങൾക്ക് മുന്നായിരുന്നു സ്ത്രീകൾ കാല് കയറ്റി വെച്ചിരിക്കാൻ പാടില്ല, അങ്ങനെ ഇരുന്ന അഹങ്കാരികളായിരുന്നു. ഇത് ഇപ്പോൾ വന്നേക്കുന്ന പ്രായമുള്ളൊരു പുരുഷന് കാല് കയറ്റി വെച്ചിരിക്കുക. നിങ്ങളെപ്പോലുള്ള ആളുകൾ എന്തോ ഈ കാലചക്രം പുറകിലേക്ക് കയറി അങ്ങ് പുരാതനമായിട്ടുള്ള നൂറ്റാണ്ടിലേക്ക് കൊണ്ടുപോവുകയാണോ? ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്നു. എനിക്ക് തോന്നുന്നു ഇയാളുടെ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ വേറെ ഏതോ രാജ്യത്ത് ജീവിക്കുകയാണ്. എന്നിട്ടും അധംപതനത്തോടു കൂടി ചിന്തിക്കാൻ എങ്ങനെ സാധിക്കുന്നു? ഒരു മംഗളകർമ്മം നടന്ന വീട്ടിൽ ഒരു കാര്യങ്ങളിലും അധികം ഇടപെടാൻ, അതായത് സോഷ്യൽ മീഡിയയിൽ ഒരു കാര്യങ്ങളെക്കുറിച്ച് അഭിപ്രായങ്ങൾ പറയാൻ വരാത്ത വളരെ മിതഭാഷിയായിട്ടുള്ള ആ വീട്ടിലെ ഗൃഹനാഥനെ കുറിച്ച് ഇത്രമേൽ നിങ്ങൾക്കെടുത്ത് ചൊറിയാൻ തോന്നിയിട്ടുണ്ടെങ്കിൽ അതൊരു കുറ്റമായിട്ടല്ല ഞങ്ങൾക്ക്, അതായത് ആ അച്ഛൻ്റെ കുറ്റമായിട്ടല്ല ഞങ്ങൾക്ക് തോന്നുന്നത്. നേരെ മറിച്ച് ആ ഫോട്ടോയും ആ മംഗളകർമ്മമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ ചൊറിച്ചിലുണ്ടായി, ഇച്ചിങ് ഉണ്ടായി. അതിൽ നിന്നുണ്ടായ ഒരു അഭിപ്രായം ആണ് അത്. പക്ഷേ നാട്ടുകാർക്ക് കേട്ടാൽ ചൊറിച്ചിൽ വരുന്ന അഭിപ്രായമാണ്. നാട്ടുകാർക്ക് കേട്ടാൽ ചൊറിച്ചിൽ വരാൻ തക്ക ഇടുങ്ങിയ ചിന്താഗതി ഉള്ള ആളുകളുടെ അഭിപ്രായം മറ്റുള്ളവൻ്റെ തോളയിൽ കൊണ്ട് ഇട്ട് കൊടുക്കാതെ ഇരിക്കുക. മാക്സിമം നിങ്ങളുടെ ചുറ്റുവട്ടത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണും ഇതിനൊക്കെ ഉദാഹരണമായിട്ടുള്ള ആളുകൾ. അവരുടെ മുന്നിലേക്ക് ഇട്ട് കൊടുക്കൂ, എന്നിട്ട് അവരുടെ കയ്യിൽ നിന്ന് കിട്ടുന്നത് വാങ്ങിച്ചോ. എന്തായാലും ഈ ഒരു വാർത്ത എൻ്റെ കർണസുഖമുള്ളതായിരുന്നു. നമ്മുടെ
ചെവിക്ക് നല്ല സുഖമുള്ളത്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒരാളുടെ സോഷ്യൽ മീഡിയ പോയി എന്ന് കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഭയങ്കര സങ്കടമുണ്ട്. ഇപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനലാണെങ്കിൽ പോലും നമ്മളൊരു വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്തൊക്കെ വരുമ്പോഴത്തേക്ക് കുറേ സമയമെടുക്കും, നല്ല സ്ട്രെയിനാണ്. മിക്കപ്പോഴും ഞാൻ വീഡിയോ ഒന്നും ഇടാൻ മെനക്കെടാത്തത് സമയക്കുറവ് മാത്രം കൊണ്ടല്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇൻസ്റ്റഗ്രാം ഉണ്ട്, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ വീഡിയോ എടുത്ത് പാട്ട് തപ്പി ഒരു പാട്ടിട്ടാൽ പിന്നെ അതങ്ങോട്ട് ഇഷ്ടപ്പെടില്ല. എല്ലാം കഴിഞ്ഞിട്ട് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മനസ്സിനൊരു സമാധാനം ഉണ്ടല്ലോ. എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കും, ലൈക്ക് ഉണ്ടോ, ഷെയർ ഉണ്ടോ, കമൻ്റ് ഉണ്ടോ, സബ്സ്ക്രൈബേഴ്സ് ഉണ്ടോ, ഫോളോവേഴ്സ് ഉണ്ടോ. ഇതൊക്കെ മെനക്കെട്ട പരിപാടി എന്ന് വ്യക്തമായിട്ട് അറിയുന്നത് കൊണ്ട് ഒരാൾ സ്വന്തം കുഞ്ഞിനെ പോലെ ആയിരിക്കും അവരുടെ സോഷ്യൽ മീഡിയ കൊണ്ട് നടക്കുന്നത്. അത് പോയി കഴിഞ്ഞാൽ അവരുടെ കഠിനാധ്വാനം ഒറ്റ നിമിഷം കൊണ്ട് നഷ്ടപ്പെട്ടതായി എന്ന് എല്ലാവർക്കും മനസ്സിലാവും. പക്ഷേ അത് റിക്കവർ ചെയ്തെടുക്കാൻ പറ്റി എന്ന് കേട്ടപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ സന്തോഷമുണ്ട്. ദയവ് ചെയ്ത് ഇനിയും ഇതുപോലെയുള്ള വൃത്തികെട്ട കേട്ട ചൊറിച്ചിൽ വരുന്ന അഭിപ്രായങ്ങൾ പറയാതെ ഇരിക്കുക. കാരണം ആ പെൺകുട്ടി തെളിയിച്ചിരിക്കുകയാണ്, നീ അച്ഛൻ്റെ മകൾ തന്നെയാണ്. അച്ഛനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് എവിടെയാണ് പ്രസൻറ്റ് ചെയ്തത് അവിടെ കൊണ്ട് പൂട്ടിയത് കണ്ടോ. അപ്പം കല്യാണം നടത്താൻ മാത്രമല്ല അവൾക്ക് പറ്റുന്നത്, അവളുടെ കല്യാണം കണ്ടപ്പോഴാണല്ലോ ചൊറിച്ചിൽ വന്നത്. കല്യാണം നടത്താൻ മാത്രമല്ല പറ്റുന്നത്, അവളുടെ അച്ഛനെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ അവളെ പറഞ്ഞിരുന്നെങ്കിൽ പോലും അവൾ ഇത്രമാത്രം ഒരു ദേഷ്യത്തോടു കൂടി പ്രവർത്തിക്കില്ലായിരുന്നു. അച്ഛനെ അമ്മയും പറഞ്ഞു കഴിഞ്ഞാൽ അവൾ ശരിക്കും ഒരു പുലിക്കുട്ടിയായി മാറി. ഇപ്പോൾ ഇത് മനസ്സിലായിട്ടുണ്ടാവാം, കാരണം അയാൾ പുതിയ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇനി എൻ്റെ എന്തോ ഒരു പറച്ചിൽ നിർത്തി എന്നൊക്കെ പറഞ്ഞിട്ട്, പറച്ചിൽ നിർത്തുന്നതായിരിക്കും നല്ലത്. പിന്നെ തുടരെ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അഭിപ്രായം ഞാൻ ഇനിയും പറയുന്നു. മാന്യമായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയുക. വീട്ടിലുള്ള അച്ഛനെയും അമ്മയും ഇതുപോലുള്ള പാവം പിടിച്ച ആളുകളെ പറയാതിരിക്കുക, ആളുകളുടെ ഇരിപ്പിനെ കുറിച്ച് പറയാതിരിക്കുക. നിങ്ങളാണെങ്കിലും നിങ്ങളുടെ വീട്ടിലുള്ള സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരൊക്കെ കാലുമേ കാല് കയറ്റി വെച്ചിരിക്കും. അതൊക്കെ പുരുഷ മേധാവിത്വം കൊണ്ടാണോ? അതൊക്കെ അവരവർക്ക് അറിയാമല്ലോ. അപ്പോൾ ഇനിയെങ്കിലും ഇതുപോലെ ചൊറിച്ചിൽ വരുന്ന അഭിപ്രായങ്ങൾ പറയാതിരിക്കുക. അനുമോൾ ചെയ്തത് വളരെ നല്ലൊരു കാര്യമാണ്. അറ്റ് ദ സെയിം ടൈം അയാളുടെ സോഷ്യൽ മീഡിയ തിരിച്ചു കിട്ടിയത്, ഇൻസ്റ്റഗ്രാം തിരിച്ചു കിട്ടിയതും നല്ലൊരു കാര്യമാണ്. കാരണം മെനക്കെട്ടിട്ടായിരിക്കുമല്ലോ ഈ ചൊറിച്ചിൽ വരുന്ന അഭിപ്രായങ്ങൾ ഇരുന്ന് പറയുന്നതും അത് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് കേൾക്കുമ്പോൾ പോലും ചൊറിച്ചിൽ വരാത്തതും ആ പോത്തിൻ്റെ തൊലിക്കെട്ടി ഉള്ളത് കൊണ്ടും ആയിരിക്കുമല്ലോ. അപ്പോൾ കഷ്ടപ്പാട് അങ്ങനെ വെറുതെ കളയാനുള്ളതല്ല. ഇൻസ്റ്റഗ്രാം കിട്ടി, പക്ഷേ ഇതുപോലുള്ള അഭിപ്രായങ്ങൾ എല്ലായിടത്തും കൊണ്ടുപോയി തേച്ച് വെക്കാൻ പറ്റില്ല എന്നുള്ളൊരു ഗുണപാഠം ഇതിൽ നിന്നും പഠിച്ചിട്ടുണ്ടായി നല്ല കുട്ടിയായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു.